വന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളതിനെക്കുറിച്ച് പറയണം. പ്രണയങ്ങൾ ആരംഭിക്കുന്നത് ടൂറിൽ നിന്നാണ്. പ്രണയം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പോക്കൊക്കെ നല്ല ഉഷാറിലേക്കാരം. ഞാൻ ഇപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം, തമിഴ്നാടിൻ്റെ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മളെ പെരേന്ന്, നമ്മളെ സ്കൂളിൽ നിന്ന്, നമ്മളെ കോളേജിൽ നിന്ന് നല്ല ചുരിദാറും മഫ്തിയിട്ട് ഇറങ്ങിയ കുട്ടി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും ആക്കി മാറ്റുന്നു പെൺകുട്ടി. കണ്ണുകൊണ്ട് കാണുന്നതാട്ടോ, പറഞ്ഞിട്ട വിവരമല്ല. 3 ദിവസം മുമ്പ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പമ്പിൽ മൂത്രയിക്കാനും വണ്ടിയിൽ എണ്ണടിക്കാനും കൂടിയും കയറിയപ്പോൾ ആണുങ്ങളെ മൂത്രപ്പെരേന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇറങ്ങി വരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടു. പേര് മാപ്പിളാര പേരാണ്. പേര് മാപ്പിളാര പേരാ. ഇത് സത്യമാണ്. നുണ പറഞ്ഞങ്ങാണ്ട് നിങ്ങളോട് വയത് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. ഇത് ഒരു രംഗമല്ല, നിരവധി രംഗം. ആ കുട്ടികളും പോകുന്നത് എത്തിയും കുട്ടിയല്ല, വാപ്പി ഇമ്മി ഉള്ളിടത്തുനിന്ന് ഇറങ്ങിപ്പോന്നതാണ്. വാപ്പി ഇമ്മി ഹയാത്തുള്ള ആൾക്കാർ മുന്നിൽ നിന്ന് പോകുന്നതാണ്, അല്ലാതെ എത്തിയും കുട്ടികളൊന്നല്ലത്. എൻ്റെ വിഷയം നമുക്കൊരു ബോധവും ഇല്ലാതാകുന്നുണ്ട്, ഒരു ചിന്തയും ഇല്ലാതെയാകുന്നുണ്ട്. പ്രണയത്തിൽ ഒരു പെൺകുട്ടി ചാടിപ്പോവുകയാണെങ്കിൽ ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് 5 കൊല്ലം ഉണ്ടാവുമെന്നാണ്. അങ്ങനെയാണ് കണക്ക്. ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല. ചാടണതിൻ്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമുണ്ടായിരിക്കും. ഈ 5 കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്ന വിഷയം ഈ കുട്ടി ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കും. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല. ചാട്ടത്തിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ 5 വർഷമുണ്ടായിരിക്കും. ഈ 5 കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രേമിക്കുന്ന കുട്ടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഉമ്മാൻ്റെ ശ്രദ്ധയിലേക്ക് എനിക്ക് ഒരാളുമായി പ്രണയമുണ്ട് എന്ന കാര്യം 5 തവണയെങ്കിലും കൊണ്ടുവരും. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? ഉമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്നത് അവസാനിക്കാത്ത ബന്ധമാണ്. നമ്മളെ കയ്യമ്മ ഇവിടെ ഒരു മുറി ഉണ്ടായാൽ, ആ മുറി ഉണ്ടായടുത്തൊരു കുഴി ഉണ്ടായാൽ, ഈ മുറി ഉണങ്ങിയാൽ ആ കുഴി തൂരും. ഈ മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ ആ കുഴി തൂരും. ഇങ്ങനെ കുഴി തൂർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തൊലി വന്നിട്ട് നമ്മുടെ ശരീരം പോലെ ആയി മാറും. എന്നാൽ നമ്മളെ മേത്ത് ഒരു മുറിൻ്റെ പാട് തൂരാതെ നിലനിൽക്കുന്നുണ്ട്. അത് പൊക്കിളിൻ്റെ കുഴിയാണ്. എന്താ കാര്യം? ആ പൊക്കിൾ കൊടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബന്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഉമ്മാക്ക് സൂചന കൊടുക്കാതെ ഒരു കുട്ടിയും ചാടൂല. അത് ഉമ്മാക്ക് ശ്രദ്ധിക്കാനുള്ള ഒഴിവ് വേണം, എന്നാലേ പറ്റുള്ളൂ. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് ഉമ്മാട് പറഞ്ഞു, ഉമ്മ, ഞങ്ങളെ സ്കൂളിൽ നല്ല തടിച്ച ഒരു കുട്ടിയുണ്ട്, ഓ നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ സ്കൂളിൽ ഒരു തടിച്ച കുട്ടി ഉണ്ടാകുന്നതിന് നമ്മളാരും എതിരല്ല, ഓ നന്നായി പഠിക്കണേനും നമ്മളാരും എതിരല്ല. പക്ഷേ തടിയനായ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു ആൺകുട്ടിയെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയണത്. അതിനെ ഉമ്മ എന്ന് പറയുള്ളൂ, സൂചനയാണ്. 9:35 സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഇമ്മ, നാളെ മുതൽ ഞാൻ 9:45 ബസ്സിനാണ് പോണത്. എന്താ മോളെ, 9:35 ബസ്സിന് പോയിരുന്ന നീ നാളെ മുതൽ 9:45 ബസ്സിനാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, 9:45 ബസ്സിൽ തിരക്ക് കുറവാണുമ്മ, അതിന് പോയാലും 10 മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തും. നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, 9:35 തന്നെ പോയിക്കോളെന്ന് എന്താ അത്ര വാശി, 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എത്തിയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും.
പക്ഷേ ഒരു കുട്ടി ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞാൽ അത് ഉമ്മാക്ക് ഒരു സൂചന നൽകുകയാണ്. ഉമ്മ 9:45 ബസ്സിൽ ഡാഷ് ഉണ്ട്, ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉമ്മാക്കിത് മനസ്സിലാവണം, ഇതാണ് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത്. പിറ്റേ ദിവസം വൈകുന്നേരം വാപ്പ കന്നൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വാപ്പാനോട് പറയണം, പിന്നെ ഇങ്ങോട്ടോക്കി നമ്മളെ മോള് എന്നും 9:35 ബസ്സിനാണ് സ്കൂൾക്ക് പോകൽ. ഇന്ന് ഓള് വന്നപ്പോൾ പറഞ്ഞു നാളെ മുതൽ 9:45 ബസ്സിനാണ് പോണത് എന്ന്. എനിക്കെന്തോ ഒരു ബേജാറ് തോന്നുന്നുണ്ട് എന്ന് ഉമ്മ വാപ്പാട് പറയണം. പിറ്റേന്ന് മൂപ്പര് കന്നൂട്ടിന് പൊയ്ക്കോട്ടെ, അതിൻ്റെ പിറ്റേന്നും പൊയ്ക്കോട്ടെ. അതിൻ്റെയും പിറ്റേന്ന് രാവിലെ കന്നൂട്ടാൻ പോകുമ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കണം. 9:45 ബസ്സിന് നമ്മളെ കുട്ടി കയറാൻ വരുമ്പോൾ ആരാ അവിടെ ഉള്ളത്, ആരോടാ വർത്താനം പറഞ്ഞത് എന്നൊന്ന് നോക്കണം. ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ കുട്ടി മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കാണ് കയറുമ്പോൾ മൂപ്പര് ബാക്കിത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് 10 റുപ്യ കൊടുത്തുങ്ങാണ്ട് കമ്പിമ പിടിച്ചൊന്ന് നിൽക്കണം. ഇതിന് ഒഴിവുള്ള മീശക്കാരൻ്റെ പേരാണ് വാപ്പാൻ. അല്ലാത്തവൻ്റെ പേര് പുതിയാപ്പിള. പുതിയാപ്പിളാവാൻ വലിയ പണിയൊന്നുമില്ല. ഓഡിറ്റോറിയത്തിന് ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഒരു ഡേറ്റ് കാണുക, നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയുന്ന ഒരാളെ നല്ല മുട്ടക്കോഴി കൊണ്ട് ബിരിയാണി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. കുറച്ച് കോട്ടും പാൻറ്റും ഒക്കെ വാടകയ്ക്ക് കിട്ടും, അത് വാങ്ങുക. 1-2 ക്യാമറക്കാരോടൊക്കെ വരാൻ പറയാം. പുതിയാപ്പിളയാകാൻ ഒരു പ്രയാസമില്ല, വാപ്പയാകാൻ നല്ലോണം അധ്വാനം ഉണ്ടാവും. വാപ്പയാകാൻ നല്ലോണം മെനക്കെടുണ്ട്, അതന്നെ ഈ വ്യത്യാസം. ഇങ്ങനെ 5 തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടി ഉമ്മാക്ക് സൂചന നൽകും ചാടിപ്പോണതിൻ്റെ മുന്നേ. അല്ലാതെ ആരും ചാടൂല. ഇതിപ്പോൾ 2 ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരു ദിവസം കുട്ടി സ്കൂളിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളെ ക്ലാസ്സിലുണ്ടൊരു കുട്ടി നല്ലോണം പാട്ട് പാടും എന്ന് പറഞ്ഞാൽ എന്താ മോളെ ഓൻ്റെ പേര് എന്ന് ചോദിക്കുക. റിയാസ് എന്നാണ് പേര് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടി ഉമ്മാക്ക് സൂചന നൽകിയിരിക്കുകയാണ് എന്ന് ഉമ്മ മനസ്സിലാക്കണം. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനെ പറ്റി പറയണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഉമ്മാക്ക് സൂചന ഉണ്ടാവും. ഉമ്മാക്ക് സൂചനയില്ലാതെ ഒരു കുട്ടിയും ചാടൂല. ചാടണതിന് മുമ്പ് വേണ്ടവർക്ക് നോക്കാൻ 5 കൊല്ലം കാലാവധി ഉണ്ടാവും. ഇന്ന് പ്രേമിച്ച് നാളെ ആരും പോകൂല. അതുകൊണ്ട് 5 കൊല്ലം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. 5 കൊല്ലത്തിൻ്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ, 5 കൊല്ലത്തിൻ്റെ താഴത്തേക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ തയ്യാറാവുക എന്നതാണ്. നമ്മൾ കുറേ കണക്കുകൾ പറഞ്ഞിട്ടോ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ്. ഡിസംബർ 25 ക്രിസ്മസ്. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസമൊന്നുമല്ല കേട്ടോ ഡിസംബർ 25 പറഞ്ഞത്. കാരണം ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കണക്കാക്കി വരുന്നതാണ് ക്രിസ്തു വർഷം എന്ന് പറയുന്നത് AD. അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കേണ്ടിയിരുന്നത് ജനുവരി 1-ാം തീയതി ആയിരുന്നു. ശരിക്കും വേണ്ട എന്താണ്, ഈസാ നബിയുടെ ജനനം മുതലാണ് ക്രിസ്തു വർഷം കണക്കാക്കി വരുന്നത് വെച്ചാൽ ഈസാ നബി ജനിക്കേണ്ടത് ജനുവരി 1-ാം തീയതിയാണല്ലോ ആവേണ്ടത്. പക്ഷെ സംഗതി അങ്ങനെയല്ല. പിന്നെ അതെന്തേ ഡിസംബർ 25-ക്കായി? അതിനൊരു കാരണമുണ്ട്. ഡിസംബർ 25 ജൂതന്മാർ കുറേ കാലങ്ങളായി ഒരു ഉത്സവം നടത്തി വരാറുണ്ടായിരുന്നു. മുൻകാലത്ത് ജൂതന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതോ ഒരു രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു ആ ഉത്സവം. ഈ ഉത്സവത്തോട് ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെയും ചേർത്ത് വെച്ചതാണ് ഡിസംബർ 25 എന്ന് പറഞ്ഞത്. അതായത് ബാപ്പാൻ്റെ ആണ്ട് സഫർ 18-നാണ് എന്ന് വിചാരിക്കുക. ബാപ്പാൻ്റെ ആണ്ട് സഫർ 18-നാണ്. പക്ഷെ മൂത്ത മകൻ കുവൈത്തിലാണുള്ളത്, ഓന് ലീവ് 20-നേ ഉള്ളൂ. എന്നാൽ പിന്നെ ആണ്ട് 20-നാണ് നടത്താം എന്ന് തീരുമാനിച്ചതാണ് ഡിസംബർ 25-ന് ഈസാ നബിയുടെ ജന്മദിനം എന്നുള്ളത്. അന്ന് ഈസാ നബിയുടെ ജന്മദിനം അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല, യാതൊരു എതിർപ്പുമില്ല.
നമ്മൾ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളും അഭിപ്രായങ്ങളും അവരുടെ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല. ഓല് നക്ഷത്രം തൂക്കണേന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറയുകയും എതിർപ്പില്ലാതിരിക്കുകയും ചെയ്യലാണ് മതസൗഹാർദ്ദം. അല്ലാതെ നമ്മളത് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മളെ വിചാരം എന്താ വെച്ചാൽ മതസൗഹാർദ്ദമാണെങ്കിൽ നമ്മളും അതേമാതിരി ഒരു നക്ഷത്രം തൂക്കണമെന്നാണ്. അതിനൊരടിസ്ഥാനവും ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരു പുൽക്കുടിലായിരുന്നു ജനിച്ചത്, പിന്നെ മറിയം ബീവി ജന്മം നൽകിയത് എന്നും ആ സമയത്ത് ഒരു നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു എന്നുമുള്ള ഒരു വിശ്വാസമാണ് നക്ഷത്രം തൂക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയണമെന്ന് വെച്ചാൽ, പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പരിഹാരത്തെക്കുറിച്ച് പറയണം. ഇനിയിപ്പോൾ ഡിസംബർ 25 ആയാൽ അല്ലെങ്കിൽ പെരുന്നാളായാൽ കേരളത്തിൽ കള്ള് കുടിച്ച ആളുകളുടെ എണ്ണം 10,40,000 ആണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? പരിഹാരം എന്താണെന്ന് ആലോചിക്കണ്ടേ? അതുകൊണ്ടല്ല കാര്യമുള്ളത്.